എൻ്റെ പേര് എൽബിൻ. പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാതാവിനും 1000 നന്ദി പറയുന്നു. ഞാൻ കോട്ടയം ഡിസ്ട്രിക്റ്റ് പൊൻകുന്നം ചെങ്കൽ സേക്രഡ് ഹാർട്ട് പള്ളി ഇടവാംഗമാണ്. ഞാൻ 25 വർഷമായിട്ട് സ്വിറ്റ്സർലൻഡിൽ സെറ്റിലായ ഒരു വ്യക്തിയാണ്. ഞാൻ 2023 ഓഗസ്റ്റ് 4 ഇവിടെ വന്ന് ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുത്തത്. അതിൽ വെച്ച ഒരു നിയോഗം ഒരു പ്രമോഷന് വേണ്ടിയായിരുന്നു. ഞാനൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. ഞാൻ ജോലി ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ സൂറിച്ചിലെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. അപ്പോൾ അവിടെ പ്രമോഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം അവർ കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്നത് യൂറോപ്യൻസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ അത് കാരണം വളരെ വിഷമമാണ്. അപ്പോൾ ആദ്യമേ ഞാൻ കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തു, അവരത് റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വന്നതിന് ശേഷം ഞാൻ ഒന്നും കൂടെ അപ്ലൈ ചെയ്തു. അപ്പം അതൊരു വലിയ പ്രൊസീജിയറാണ് അവിടുത്തെ പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതൊരു 5-6 വലിയ മീറ്റിങ്സ് കൂടും. 30 തൊട്ട് 40 പേര് വരെ ഇരുന്നുള്ള മീറ്റിങ്സാണ്. അവർ കഴിഞ്ഞ വർഷങ്ങളിലെ എല്ലാം എടുത്ത് പരിശോധിക്കും. പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊമോഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യമത്തെ ഒരു 2 മീറ്റിംഗ് കഴിഞ്ഞ് എൻ്റെ ലൈൻ മാനേജർ എന്നോട് പറഞ്ഞു, എൽബിനെ, ഈ വർഷവും എൽബിന് വലിയ ചാൻസ് ഒന്നുമില്ല പ്രൊമോഷൻ കിട്ടുന്നതിൽ. അപ്പോൾ എനിക്ക് വലിയ സങ്കടമായി. ഞാൻ ഉടമ്പടി എടുത്തു, അയ്യോ ഞാനിനിയും വല്ലതും ചെയ്യാതെ പോയോ ഒക്കെ ആയിട്ട് വലിയ വിഷമമായിപ്പോയി. അപ്പം ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ മീറ്റിങ്സ് നടക്കുന്ന റൂംസ് അറിയാം. അപ്പോൾ എല്ലാ സമയങ്ങളും ഈ മീറ്റിങ്സ് ഒരു പർട്ടിക്കുലർ റൂമിലാണ് നടത്തുന്നത്. അപ്പോൾ ഞാൻ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് 1 മണിക്കൂർ മുമ്പായിട്ട് അവിടെ പോയിരുന്ന് എൻ്റെ ഈ ഉടമ്പടി എൻ്റെ കയ്യിലുണ്ട്. ആ ഉടമ്പടി വെച്ച് ഞാൻ നല്ലപോലെ പ്രാർത്ഥിച്ച് എല്ലാ ചെയേഴ്സിലും ഞാൻ തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി, അത് കഴിഞ്ഞിട്ട് ആ റൂമിൻ്റെ സൈഡിലായിട്ട് ആരും ചവിട്ടാത്ത സ്ഥലത്ത് വെഞ്ചരിച്ച ഉപ്പ് ഇച്ചിരി വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം കാരണം എനിക്കൊരു ഹോപ്പുമില്ല, ഈ വർഷവും എനിക്ക് കിട്ടുമെന്ന് എനിക്കൊരു ഹോപ്പുമില്ല. അത് കഴിഞ്ഞിട്ട് മീറ്റിങ്സുകളൊക്കെ അങ്ങനെ പോയി. ഇതൊരു 3-4 മാസത്തെ ഒരു വലിയ പ്രൊസീജിയേഴ്സാണ് ഇത്. പിന്നെ അത് ഹയർ ലെവലിലുള്ള മാനേജ്മെൻറ്റ് ചെല്ലും, അവരത് നോക്കും. കാരണം പ്രത്യേകിച്ച് ഈ സൂറിച്ച് ഹെഡ് ക്വാർട്ടേഴ്സിൽ പ്രൊമോഷൻ കിട്ടാനായിട്ട് വളരെ പ്രയാസമാണ്. അപ്പോൾ എൻ്റെ ഹോപ്പൊക്കെ പതിയെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ട് ലൈൻ മാനേജർ ഒന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് സഡനായിട്ട് എനിക്കൊരു മെസ്സേജ് വരികയാണ്, എൽബിൻ, യു ഹാവ് പ്രൊമോട്ടഡ് ആസ് ദ വൈസ് പ്രസിഡൻറ്റ് ഫോർ ദിസ് കമ്പനി. അപ്പോൾ ഒന്ന് ഓർക്കണം, ദൈവം അത്രയും മേൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയിൽ വൈസ് പ്രസിഡൻ്റായിട്ട് എന്നെ ഒരു എക്സ്പേർട്ട് ഇൻ ഇൻ്റഗ്രേഷൻ ആർക്കിടെക്റ്റായിട്ട് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എന്നെ ഉയർത്തി. ഇതാണൊരു വലിയ സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു ചാൻസും ഇല്ല കിട്ടാനായിട്ട്. അപ്പോൾ ഞാനത് 2 പ്രാവശ്യം ചെയ്തു, അതിൽ നിന്നെല്ലാം പോയി. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് മാത്രമാണ് പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവായിട്ട് അവിടെ വന്ന് ഇടപെട്ട് നിന്ന് എനിക്ക് ഈ പ്രമോഷൻ വാങ്ങിച്ചു തന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു.